ശരി, എനിക്ക് 3 കാര്യങ്ങൾ പ്രധാനമായും പറയാനുള്ളൂ. ചുരുക്കി പറയാം. ഒന്ന്, നേരത്തെ സ്മൃതി തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് വി.എൻ. വാസവൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്, അല്ലെങ്കിൽ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്താത്തത്. നേരത്തെ മാധുവും അത് ആവർത്തിക്കുന്നത് കണ്ടു. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 സെക്ഷൻ 15 പ്രകാരം ദേവസ്വം ബോർഡിന് സർവാധികാരങ്ങളുള്ള ഇത്തരം പരിപാടികളിൽ ഒരു ദേവസ്വം മിനിസ്റ്റർക്ക് ഇടപെടാൻ കഴിയുമോ? നമ്പർ 1. പറ്റുമോ? അല്ല, this is so basic. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ രണ്ടാമത്തെ കാര്യം, ഇനി നിയമസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഈ കണക്കിന്റെ വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ശേഖരിക്കുക? ദേവസ്വം ബോർഡ് കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് 1 രൂപ കൂട്ടിയോ കുറച്ചോ പറയാൻ ദേവസ്വം മിനിസ്റ്റർക്ക് കഴിയില്ല. ആ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന കണക്കിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് തിരുത്താനോ അതിന്റെ മേൽ അച്ചടക്ക നടപടി എടുക്കാനോ സെക്ഷൻ 9 പ്രകാരം ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം വി.എൻ. വാസവനെ സംബന്ധിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ഇടപെട്ട് തിരുത്താൻ കഴിയില്ല. ദേവസ്വം ബോർഡ് കൊടുക്കുന്ന കണക്കല്ലാതെ മറ്റൊരു കണക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. ആ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നതാവട്ടെ ഹൈക്കോടതിയിൽ ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4-ാം തീയതി കൊടുത്ത കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കണക്കിൽ എനിക്ക് വ്യക്തത കുറവില്ല. 4,99,00,000 3 കോടി രൂപ റീകൂപ്പ് ചെയ്തത് തിരിച്ചടച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കുകൾ യഥാർത്ഥ ബോധത്തോടു കൂടിയുള്ളതാണ് നവംബർ 4-ാം തീയതിയിലെ കണക്ക് പ്രകാരം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, IAC ഞാൻ അത് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു വാദഗതി വരുമ്പോ ഞാനിതിൽ മിണ്ടാൻ ആളല്ല. ഇനി 17-ാം തീയതി ദേവസ്വം ബോർഡ് പറയില്ല. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കാര്യം പറയാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രിക്ക് ഇതിൽ പറയാൻ കഴിയില്ലെന്ന് മാത്രമേ മന്ത്രിക്ക് പറയാൻ കഴിയൂ. ദേവസ്വം ബോർഡിന്റെ കണക്കുകളിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് ഏത് കണക്ക് കൊടുക്കുന്നു അത് ദേവസ്വം മന്ത്രിക്ക് കൊടുക്കണം. തീർന്നില്ല. കാരണം എന്താ അറിയോ, നമുക്ക് ഇതിൽ തെറ്റായ കണക്കൊരു ദേവസ്വം ഉദ്യോഗസ്ഥൻ കൊടുത്താൽ നടപടിയെടുക്കാൻ പോലും മാധു ദേവസ്വം വകുപ്പിന് കഴിയില്ല. എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കണക്ക് നിയമസഭയിൽ ദേവസ്വം മന്ത്രി അവതരിപ്പിക്കും. ഇനി ആ കണക്ക് തെറ്റാണെങ്കിൽ ആ കണക്ക് തെറ്റാണെങ്കിൽ ആ കണക്ക് ദേവസ്വം ബോർഡ് തിരുത്തി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം മന്ത്രിക്ക് അത് തിരുത്താൻ പറ്റൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഏതാണ് സ്വാഭാവികം നടത്താമല്ലോ. ഒരു സർക്കാരിന്റെ മൊത്തത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിക്കകത്ത് എന്താ പ്രശ്നം? മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ദേവസ്വം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്, എന്താ പരിപാടി? പക്ഷെ അതേപോലെ ദേവസ്വം ബോർഡ് യോഗത്തിൽ പോയി പങ്കെടുക്കാൻ പറ്റില്ല. അതാണ് എന്റെ പോയിന്റ്. ഇനി അടുത്തത് IAC-യുമായി വസ്തുത പറയുമ്പോൾ പുച്ഛിച്ചിട്ടുണ്ട് കാര്യം. IAC-യുടെ കാര്യത്തിൽ നേരത്തെ മാധുവിന് മനസ്സിലായതുകൊണ്ട് ഞാനത് അധിക സമയം എടുക്കുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ serves as a distinguished center for skill development training established as a center of excellence by the Kerala Academy for Skills Excellence under the Department of Labour and Skills of the Government of Kerala. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനത്തിന് തർക്കമില്ലല്ലോ. അപ്പോൾ അത് സർക്കാരിന്റെ സ്ഥാപനമാണ് എന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനി ആർക്കും തർക്കം ചോദിക്കുന്നില്ല. ഇവർക്ക് ഇത് പരിപാടി നടത്താൻ ചോദിക്കുന്നില്ല. ഇനി അടുത്ത ചോദ്യം, ഇതിനെങ്ങനെ ഊരാളുകളുമായിട്ടുള്ള ബന്ധം? നമ്മുടെ നാഷണൽ സ്കിൽ ഫ്രെയിംവർക്ക് അനുസരിച്ച് NSDC-യുമായി സഹകരിക്കുന്ന സ്ഥാപനം എന്ന നിലയിലാണ് അവിടുത്തെ എക്സ്പേർട്ട് മാനേജ്മെന്റ് ഈ സ്ഥാപനം സ്വീകരിച്ചിരിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഊരാളുകൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് ഇതെന്തോ CPM-ന്റെ പരിപാടിയാണ് എന്ന മട്ടിലാണ് പ്രചരണം. അതും അവാസ്തവമാണ്. അതും പൊളിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. 2. മൂന്നാമത്തത്, എന്താണ് കോടതി പറഞ്ഞത്? 20-ാം തീയതി നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ 45 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് തീയതിക്കുള്ളിലാണ് മാധു ബോധിപ്പിക്കേണ്ടത്? നവംബർ മാസം 5-ാം തീയതി ആകുമ്പോഴാണ് 45 ദിവസമാവുക. എന്നാണ് ഈ കണക്ക് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതി കൊടുത്തത്? നവംബർ 4-ാം തീയതി. എന്ന് വെച്ചാൽ 44 ദിവസത്തിൽ തന്നെ ദേവസ്വം കമ്മീഷൻ കണക്ക് കൊടുത്തു. ശരിയാണല്ലോ? ആണെങ്കിൽ ആ 44 ദിവസത്തിനുള്ളിൽ കൊടുത്ത കണക്ക്, അതായത് പരിപാടി കഴിഞ്ഞ് 44 ദിവസത്തിനുള്ളിൽ 4.5 കോടി ചെലവെന്ന് പറഞ്ഞ കണക്ക് എങ്ങനെയാ 8 കോടിയായത്? എങ്ങനെയാ 10 കോടിയായത്? That's a question. അവിടെ ഞാൻ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത് ഓഡിറ്റഡ് ആയിട്ടുള്ള കണക്കാണ്. അല്ല, നോക്കൂ, അതിനുശേഷം പറഞ്ഞത് ഓഡിറ്റഡ് ആയ കണക്ക് കൊടുക്കാൻ 2 മാസം എന്നൊന്നും അല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് ഓഡിറ്റഡ് കണക്ക് കൊണ്ട് കൊടുക്കാനാണ്. അവിടെ ആ ഓർഡർ മാധു പറയുന്നുണ്ട്. ഓഡിറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ 2 മാസത്തിനുള്ളിൽ നൽകുമെന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുത്തത്.
ഇത്രയും ഞാൻ നിങ്ങളെ വിയോജിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പറഞ്ഞതാണെങ്കിൽ നിങ്ങളുമായി യോജിക്കുന്ന ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചതാവട്ടെ ദേവസ്വം, ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സൂക്ഷ്മമായി പരിശോധിച്ചില്ല. അതായത് നവംബർ 4-ാം തീയതി ഒരു റിപ്പോർട്ട് ഇതേ ദേവസ്വം കമ്മീഷണർ കൊടുത്തിരിക്കെ ഇതിന് വിരുദ്ധമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വിജയൻ അസോസിയേറ്റിൽ നിന്ന് ദേവസ്വം കമ്മീഷണർക്ക് കിട്ടിയിട്ടും ആ റിപ്പോർട്ട് വെറ്റ് ചെയ്യാതെ, പരിശോധിക്കാതെ, സൂക്ഷ്മ പരിശോധന നടത്താതെ നേരെ ഇതെടുത്ത് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തു. സ്പെഷ്യൽ കമ്മീഷണർ അതെടുത്ത് ഹൈക്കോടതിക്ക് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. നോക്കൂ, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? 21-ാം തീയതി ഇതിൻ്റെ വിശദീകരണവും ഡോക്യുമെന്റ്സും ദേവസ്വം ബോർഡ് കൊടുക്കണം എന്നുള്ളതാണ്. 17-ാം തീയതി ഇപ്പോഴത്തെ കോടതി അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ മുട്ടിമൂളിയ മുറിക്കണക്ക്. അല്ല, ആ കണക്കിന്റെ കാര്യം പറഞ്ഞത് 17-ാം തീയതി ആ കണക്ക് കൃത്യമായി ജയകുമാർ കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഓഡിറ്റർക്ക് പിഴ വന്നല്ല, ഓഡിറ്റർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കൃത്യമാണോ? അതിൽ ദേവസ്വം കമ്മീഷൻ ഉത്തരവാദിത്വം അതിനകത്ത് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ദേവസ്വം ബോർഡിനെയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞ നോവില്ല, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞല്ലോ. ദേവസ്വം കമ്മീഷണർ ഇത് ആരാണ് അന്വേഷിക്കുന്നത്? ദേവസ്വം ബോർഡല്ലേ അന്വേഷിക്കേണ്ടത്? അങ്ങനെ പറയാൻ പറ്റും. ദേവസ്വം ബോർഡിൽ വെച്ചിട്ടാണോ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്? പിന്നെ നിങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പറെ പിടിക്കുക. ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിനല്ലേ പ്രതിനിധീകരിക്കുന്നത്? ദേവസ്വം കമ്മീഷണർക്ക് പിഴവ് പറ്റിയെന്ന് ദേവസ്വം ബോർഡിന് പിഴവ് പറ്റിയെന്ന് പറഞ്ഞൂടെ? അതായത് ദേവസ്വം കമ്മീഷണർ ഈ കത്തെന്നാ കൊടുക്കുന്നത്, അതിനുശേഷം ദേവസ്വം ബോർഡ് യോഗം കൂടിയിട്ടുണ്ടോ? ആ ദേവസ്വം ബോർഡ് ആരാ? ജയകുമാർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ? ഈ കത്ത് കൊടുക്കുമ്പോ സാർ പി എസ് പ്രശാന്ത് അല്ല, നിങ്ങൾ പി എസ് പ്രശാന്തിനാണ് ഉദ്ദേശിച്ചെങ്കിൽ തെറ്റ്. ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ജയകുമാർ ജയകുമാർ പറയണല്ലോ. അതുകൊണ്ട് ജയകുമാർ പറഞ്ഞത് അതിനകത്തും വലിയ കാര്യമില്ല. 17-ാം തീയതി ശരിയാക്കാൻ പറ്റുമെന്ന് ജയകുമാർ പറയുന്നത് അതുകൊണ്ടാണ്. ഇതിന് ഉത്തരം കോടതിയുടെ വിധി എന്തായാലും വന്നിട്ടുണ്ടല്ലോ. കോടതിയിൽ ശരി. അല്ല, ആ സമയത്ത് ഈ കാര്യം ദേവസ്വം ബോർഡ് അവിടെ അറിയിച്ചോ? ഇതിൽ പ്രശ്നമുണ്ട് എന്ന്. 21-ാം തീയതി സമയം കൊടുത്തു. 21-ാം തീയതി വരെ ഇതിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണക്കിൽ കളിയോ എന്ന ചോദ്യത്തിന് 5 പേരുടെയും ഉത്തരം യെസ് എന്ന് തന്നെ. പല രൂപത്തിലാണ് ക്ലാരിറ്റിയാണ് ഇന്നത്തെ ദിവസത്തെ വാക്ക്. കണക്കിൽ കളി ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ ലോകത്താർക്കും പറ്റൂല. അല്ല, അങ്ങേക്ക് ക്ലാരിറ്റി വരുത്താൻ എളുപ്പമാണ്. പ്രശാന്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ക്ലാരിറ്റി. Meet the editors.